തന്നെ വെളിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇഫ് ദേ വേർ ഇൻ എ റിലേഷൻഷിപ്പ്, ഏതിപ്പോൾ ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, എന്ത് വേണമെങ്കിലും എന്നെ പറയാം. ബട്ട് ഐ വാസ് ലൈക്ക് അത് അവരിഷ്ടം. പക്ഷേ പുറത്തൊരുത്തൻ എൻഗേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വാസ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് കൂൾ മാൻ. ആൻഡ് അയാൾ ലൈവിൽ വന്നു. അയാൾ ചെയ്ത ഒരു തെറ്റുണ്ട്. അയാളുടെ പേഴ്സണൽ ആയി ഇവർ രണ്ടുപേരുമായിട്ടുള്ള പേഴ്സണൽ ചാറ്റ് പുറത്ത് വിട്ടു. വെരി ബാഡ്. ദാറ്റ് വാസ് അൺഅക്സെപ്റ്റബിൾ. സോ ഇപ്പോൾ നമ്മുടെ ഷസാം പറയുന്നുണ്ട് പേഴ്സണൽ ചാറ്റ് ജാസ്മിനും അതുപോലെ അഫ്സലും തമ്മിലുള്ള പേഴ്സണൽ ചാറ്റ് പുറത്ത് വിട്ടത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മളൊരു സാധാരണ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ആളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ആളത് പുറത്ത് വിട്ടു, എനിക്ക് വലിയ തെറ്റായി തോന്നുന്നില്ല. സോ എനിക്ക് ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ജാസ്മിന്റെ അതേ സ്വഭാവമായിരുന്നു എന്റെ എക്സിന്. സോ ആൾ ഇതേപോലെ തന്നെ സ്വന്തം അച്ഛനും അതേപോലെ തന്നെ ICUലാണ് പറഞ്ഞിട്ട് ആള് ചുറ്റാനൊക്കെ പോകും. ഭയങ്കര പോളിഗാമി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അവസാനം വേറെ ഗത്യന്തരം ഇല്ലാതെ ഈ ചാറ്റും അതേപോലെ എല്ലാ കാര്യങ്ങളും അവളുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. നമ്മൾ നമ്മുടെ സമാധാനം നോക്കിയാൽ മതിയല്ലോ. അതർ ദാൻ ഞാൻ